എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജുനൈദ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫാമിലി സംബന്ധമായ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് ഒരുപാട് ഈ പ്രശ്നങ്ങൾ പൈലപ്പായി കൂടിച്ചേർന്ന് നമുക്ക് സ്ട്രെസ് ഒരുപാട് അനുഭവപ്പെടാറുണ്ടോ? ആങ്സൈറ്റി വരാറുണ്ടോ? അല്ലെങ്കിൽ മൂഡൊക്കെ ലോ ആയ പോയ ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഒരു ചായ കുടിച്ചാലോ അല്ലെങ്കിൽ ഉറങ്ങിയാലോ മാത്രം ഈ പ്രശ്നം പരിഹരിക്കണം എന്നില്ല. ചിലപ്പം നിങ്ങളുടെ ഗട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ കൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഗട്ടിനെ കറക്റ്റാക്കിക്കൊണ്ട് നിങ്ങളുടെ ബ്രെയിനിനെ ഹെൽപ്പാക്കുന്ന പ്രത്യേകതരം ബാക്ടീരിയകളുണ്ട്. അവയെ പറയുന്ന പേരാണ് സൈക്കോബയോട്ടിക്കുകൾ. പഠനങ്ങൾ പറയുന്നത് ഇത്തരം ബാക്ടീരിയകൾക്ക് നമ്മുടെ ആങ്സൈറ്റി ലെവൽ, സ്ട്രെസ് ലെവൽ, അതുപോലെ മൂഡ് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കുമെന്നാണ്. പ്രത്യേകിച്ചും ലാക്ടോബസിലസ് റാംനോസസും ബിഫിഡോ ബാക്ടീരിയ ലോങ്ങം പോലുള്ള ബാക്ടീരിയൽ സ്ട്രെയിനുകൾക്ക് ഇത്തരത്തിലുള്ള കഴിവുകളുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയ കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ തൈരിലും യോഗട്ടിലും കെഫീർ, കിംചി പോലുള്ള പ്രോബയോട്ടിക് റിച്ചായ ആഹാരങ്ങളിലൂടെ നമുക്ക് കിട്ടും. ഇനി സപ്ലിമെൻ്റായിട്ടും ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കിട്ടും. ആ സമയത്ത് പ്രത്യേകിച്ച് നോക്കേണ്ടത് ഈ ഞാൻ പറഞ്ഞല്ലോ ലാക്ടോബസിലസ് റാംനോസസും ബിഫിഡോ ബാക്ടീരിയം ലോങ്ങം പോലുള്ള ബാക്ടീരിയകൾ അതിലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾക്ക് ഇതുപോലെ ഗട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, പ്രത്യേകിച്ചും ഗ്യാസ് സംബന്ധമായ പ്രശ്നം, ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ഈ എരിച്ചിൽ അല്ലെങ്കിൽ ഗ്യാസ് ഫില്ലായിട്ട് ബ്ലോട്ടിങ് പോലെ ഫീലിംഗ് വരിക, ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ, അതുപോലെ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മൂഡ് ശരിയല്ല എന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഗട്ട് ബാക്ടീരിയകളെ കറക്റ്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും ആ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സൈക്കോബയോട്ടിക്കുകളായിട്ടുള്ള ബാക്ടീരിയകളായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നു. ആണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു കണ്ടൻറ്റായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.